ഇര ആയിട്ടുള്ള ആ സ്ത്രീയുടെ സിനിമ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, സോങ്സ് കണ്ടിട്ടുണ്ട്, തമിഴിലും തെലുങ്കിലും മലയാളത്തിലുള്ള. പക്ഷെ വളരെ വൾഗറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ ഒരിക്കലും ഈ ഒരു സംഭവം നടക്കണമെന്ന് ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യുകയല്ല. പക്ഷെ റോൾ ആണെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല ശേഷമല്ല അഭിനയിക്കുന്നത് മേഡം. അതിന് നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അതിന് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ ഒപ്പീനിയനെ ക്രോസ് ചെയ്ത് കൊന്നു കൊല വിളിക്കുന്നതിന് എനിക്കൊരു ഇടപെടൽ നടത്തിയേ പറ്റുള്ളൂ. ഇവിടുത്തെ സദാചാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് താങ്കൾക്ക് തീരുമാനിക്കാൻ ആര് അവകാശം തരുന്നു എന്നുള്ളിടത്താണ് സുഹൃത്തെ പ്രശ്നം തുടങ്ങുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരുമാനിക്കാൻ താങ്കൾക്ക് അവകാശം. അവർ ആ സംവിധായകൻ പറയുന്നതാണ് മാത്രം ശരി. അല്ല, ആര് പറഞ്ഞു അങ്ങനെ ശരിയാണെന്ന്? അല്ല, അങ്ങ് എത്ര തവണ സംസാരിച്ചു? ഞാൻ അങ്ങനെ ഒറ്റ കാര്യം ചോദിക്കാം. അങ്ങ് എത്ര അദ്ദേഹം സംസാരിച്ചല്ലോ, ഞാൻ അതിലൊന്നുമല്ല. ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു ഇഷ്യൂ പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒറ്റ കാര്യം പച്ച മലയാളത്തിൽ പറഞ്ഞ ഊളത്തരം പറയരുത്. ഒറ്റ കാര്യം ഞാൻ പറയാം. ഒരു നടി ആരേലും ആയിക്കോട്ടെ, അവർ അഭിനയിക്കുന്ന റോള് ഇന്ന റോളാണെന്ന് കരുതി പിന്നെ ആ പുറത്തിറങ്ങുമ്പോൾ ആ നടി എങ്ങനെ കാണുമോ? എന്നാ പള്ളിയിലച്ഛന്റെ റോൾ ചെയ്ത ആളെ കാണുമ്പോൾ നീ ഇങ്ങനെ കുനിയുമോ? അതിലൊന്നും ഒരു കാര്യമില്ല മോനെ, വിട് അതിലൊന്നും കാര്യമില്ല. അതിന്റെയൊക്കെ ടൈം എപ്പോഴേ കഴിഞ്ഞു പോയി. നമുക്കൊരു 10 വർഷം മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ ഇത് പറയാം. ഇപ്പൊ പറ്റില്ല, നിക്കില്ല. അത് ഇവിടെ കേരളത്തിലെ അല്പവസ്ത്രധാരികളെ സ്ത്രീകള് ചിലപ്പം വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആരെങ്കിലും നോക്കിയാൽ പിന്നെ അത് വാശി വെച്ചിട്ട് പിന്നെ ബോംബെയിൽ ഞാൻ 35 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചൊരു വ്യക്തിയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല, ഒരു തട്ടിയാലും മുട്ടിയാലും ഒന്നുമില്ല. ബൈ ചാൻസ് അനാവശ്യം തട്ടിയാൽ നീ ഗ്രാൻഡായിട്ട് പോടാന്ന് പറയും. അവരങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ എൻ്റെ അടുത്ത് വന്ന് ചില മടിയിലായിരിക്കും, ഒരു പ്രശ്നമില്ല. ബസ്സിൽ സംശയിച്ചാൽ അങ്ങനെയുള്ള ഇത് കേരളത്തിലും അതുപോലെ നടന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം സ്ത്രീകൾ അല്പവസ്ത്രധാരികളാണോ അല്ലെങ്കിൽ ഒത്തിരി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ, പർദ്ദയാണോ ഉടുത്തിരിക്കുന്നത്? ഇവിടെ നടന്ന പീഡനങ്ങളൊന്നും സ്ത്രീകൾ അല്പവസ്ത്രധാരികളായിരുന്നുകൊണ്ടല്ല നടന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനുഷ്യന്റെ മനസ്സിന് മാത്രമാണ് പ്രശ്നം. സാറേ, സമത്വം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ പ്രത്യേക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും അതിന്റെ ആവശ്യമുണ്ടോ? ഈ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാല് ഞങ്ങള് സുരക്ഷ തരണമെങ്കിൽ നിങ്ങള് സമത്വം സമ്മതിച്ചു തരരുത്. സമത്വം സമ്മതിച്ചാൽ പിന്നെ ഞങ്ങളൊന്നും നോക്കൂല. ആ സെന്റൻസ് വളച്ചൊടിച്ചതാണ്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞു. സമത്വം വേണം, സമത്വം വന്നിട്ടേ ഇല്ല. പറച്ചിൽ മാത്രമേ അതായി പോകുന്നുള്ളൂ. സമത്വം പറച്ചിൽ മാത്രം ഒതുങ്ങി പോവുക. നമ്മളിപ്പോ ബാംഗ്ലൂർ പോയാലും അവിടെ ഏതെങ്കിലും മോളിൽ പോയാൽ ആരെങ്കിലും വട്ടം കൂടി എന്ന് വായി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി അറിയാതെ മലയാളികളായിരിക്കും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കോളേജിൽ നിന്ന് ഓഫീസിൽ നിന്ന് വഴി പോകുമ്പോഴേക്കും ഒരു പെൺകുട്ടി കൂടെ നടക്കുന്ന 5-6 പയ്യന്മാരുടെ കൂടെ ആണെങ്കിൽ ആളുകളിങ്ങനെ അവൾ അപ്രോച്ചബിൾ ആണ്, അവളെ പെട്ടെന്ന് കയറി അവളൊരു പെട്ടെന്ന് വഴങ്ങിപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് എന്നൊരു ധാരണ മിക്ക പൊതുസമൂഹത്തിന് പൊതുവേ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? പെൺകുട്ടികൾക്ക് ആൺകുട്ടികളായിട്ട് ചങ്ങാത്തം പാടില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സഹോദരൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണെങ്കിൽ ഈ പെൺകുട്ടിയോടൊപ്പം പോകുന്ന ഈ പയ്യൻ അവൻ നല്ലവനാണോ അല്ലയോ എന്നൊരു നോട്ടം ചിലപ്പോൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവും, ആ വ്യക്തിയിൽ നിന്നുണ്ടാവും, തിരിച്ചുണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ശത്രു പുരുഷനല്ല സഹോദര, യഥാർത്ഥത്തിൽ സ്ത്രീ തന്നെയാണ്. ഞാനും എൻ്റെ മകനും കൂടെ പോയി, എന്നെ കണ്ടാലും മൂത്ത. അപ്പം ഞാൻ വിശ്വസിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നാട്ടുകാർ വന്നിട്ട് ഇവരെ കണ്ടിട്ട് അത്ര വൃത്തി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവനെ കയറി തല്ലാമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. മനസ്സിലായോ? ഇതിൽ നമ്മൾ ശരിക്കും മാറ്റം വരുത്തേണ്ടത് നമ്മുടെ മനസ്സിലല്ലേ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ നിമിഷം ആലോചിക്കേണ്ടത്. സർക്കാരും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ചർച്ച പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.